കേട്ടാ ചൂടുണ്ടാന്ന് നോക്കണേ. എഴുതിയാ നീ പടവും വരച്ചോണ്ടിരിക്കുന്നു. എന്നോട് എഴുതാനല്ലേ പറഞ്ഞത്? എഴുത്. ആ ഇതിന്റെ പുറത്തോട്ട് എഴുതി. ഏട്ടാ ഏട്ടാ ഈ വായുവിലെ കണക്കൂട്ടിൽ ഇതുവരെ കഴിഞ്ഞില്ലേ? ഈ വിദ്യ അച്ഛനും മാത്രമല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് പേപ്പറും പെൻസിലും ഒന്നും വേണ്ടല്ലോ. ഈ വിദ്യ നീയും കൂടെ പഠിച്ചു വെച്ചോ. അങ്ങനെ പരീക്ഷകളിൽ എഴുതുമ്പോ ഇങ്ങനെ എഴുതി ആരും കാണൂലല്ലോ. അമ്പടി അവളുടെ ഒരു ബുദ്ധി. എഴുതാൻ പറഞ്ഞ അവൾ എഴുതത്തില്ല. എഴുതിക്കാൻ കൂടെ അല്ല നമ്മുടെ ഈ കാര്യങ്ങള് ഇതൊന്നും പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ ഒരാളുടെ വരുമാനത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പാട് എനിക്കറിയാം. ഏട്ടാ ഏട്ടന്റെ ഇപ്പോഴത്തെ ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്താ? ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അല്ലെ തന്നെ നിനക്കറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. എന്താ അത് തന്നെ ഈ ഒറ്റ ഒരുത്തന്റെ വരുമാനം കൊണ്ട് ഈ വീട് പൊഴിഞ്ഞു പോകണമെന്ന് വെച്ചാൽ വലിയ കഷ്ടമല്ലേ? ഇപ്പൊ തന്നെ ഈ മാസം തന്നെ 3 കല്യാണം, 2 പാല് കാച്ച്, ഇതെല്ലായിടത്തും കൂടെ ഓടിപ്പോകുമ്പോ തന്നെ കയ്യിരിക്കുന്ന പൈസ മൊത്തം തീർന്നു പോലെ. കല്യാണത്തിന് പോകുമ്പോ പറയാ എന്നാ കല്യാണമെന്ന്. ഇവള് ഇവിടെ ഇരുന്ന ഒന്നും പഠിക്കത്തില്ല. ഈ പടവും വരച്ച് വാചകം അടിച്ചുകൊണ്ടിരിക്കും. പൊയ്ക്ക് അങ്ങോട്ട് എഴുന്നേറ്റ് എടുക്കെടുക്ക്. അകത്ത് പോയിരുന്ന് എഴുതി കേട്ടാ. മകളകത്ത് വരുന്നു കേട്ടാ. എഴുതണേ, വൃത്തിയായിട്ട് എഴുതണേ. ഏട്ടാ ഏട്ടൻ പറഞ്ഞ സത്യം. ഏട്ടന്റെ ഒരാളുടെ വരുമാനം കൊണ്ടൊന്നും കുടുംബം മുന്നോട്ട് പോകത്തൊന്നുമില്ല. അതുകൊണ്ടാ പറഞ്ഞ ഞാനും എന്തെങ്കിലും ജോലിക്ക് പോകാം. ഏട്ടൻ വിടാഞ്ഞിട്ട് അന്ന് നാത്തൂന്റെ കൂടെ എന്നെ വിട്ടില്ലല്ലോ. തൊഴിലുറപ്പിനല്ല, നാത്തൂൻ അന്ന് മറ്റേ ആ ബോർമയിൽ പോയില്ല അവിടെ. തൊഴിലുറപ്പിനൊന്നും ഞാൻ പോകത്തില്ല. വെയിലുള്ള എനിക്ക് പറ്റൂല. വേറെ കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കണമായിരുന്നു അന്ന്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പ്രശ്നം എന്താന്ന് പറ. പ്രശ്നം ഇത് തന്നെ. ഈ ചെലവെല്ലാം അവിടെ വന്ന് കൂടുന്നതനുസരിച്ച് ഇപ്പൊ നമുക്ക് അതിനനുസരിച്ച് വരവില്ലല്ലോ. വരവിനനുസരിച്ചല്ല നമ്മളിപ്പോൾ ചെലവാക്കുന്നത്. ചെലവെല്ലാം ഒരുപാട് കൂടുതലല്ല. അപ്പൊ അതോ എല്ലാം നോക്കിക്കൊണ്ടിരുന്നാ കൊള്ളാം. ആ വേടക്കൂട്ടാ, ആ കുടിച്ചിരുന്നില്ലേ അവിടെ ചുറ്റും? വേണേ ഇച്ചിരി കൂടെ എടുത്തിട്ട് വരാം. ആ ഇല്ല ഇല്ല ഇല്ല. അയ്യോ നമ്മൾ വിചാരിച്ച ആ നോക്കട്ടെ നോക്കട്ടെ, എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ശരി ശരി. ആ ആ ഓക്കെ. ആരായിരുന്നു ഏട്ടാ? വേണുകൂട്ടെ. അല്ല അവൻ്റെ അനിയത്തി ഒരു ടെസ്റ്റ് എഴുതിട്ട് നിൽക്കുകയായിരുന്നു. നല്ല പിടിക്കുക. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റിലുണ്ട് അവള്. പക്ഷെ കുറച്ച് റെക്കമെൻഡേഷൻ വേണ്ടി വരും. റെക്കമെൻഡേഷൻ എന്ന് വെച്ചാൽ അതായത് ഇപ്പം ഇനിയിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിൽ ആദ്യത്തെ 50 പേരിനുള്ളിൽ വരണം. എന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ അതിന് ഈ രാഷ്ട്രീയ സ്വാധീനം അങ്ങനെ എന്തെങ്കിലും സ്വാധീനമുള്ളവരെ സമീപിച്ച് കഴിഞ്ഞാൽ നടക്കുമെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ ഏതൊരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞു 1 ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. ആണോ? 1 ലക്ഷം രൂപയോ? ജോലിയല്ലേ, ജോലിക്ക് വേണ്ടി. എൻ്റെ അടുത്ത് ആരെങ്കിലും പരിചയക്കാരുണ്ടെന്ന് ചോദിച്ചു. നമുക്ക് ആരിയിരിക്കുന്നത്? ഏട്ടാ നമുക്ക് ഈ കാര്യം ക്ലീറ്റോ ചേട്ടനോടൊന്ന് പറഞ്ഞാലോ? ക്ലീറ്റോ ചേട്ടനോട്. ഏട്ടൻ അങ്ങനെ ചിരിക്കൊന്നും വേണ്ട. ക്ലീറ്റോ ചേട്ടൻ അത്ര മോശക്കാരനൊന്നും അല്ല. പുള്ളിക്ക് മുകളിൽ വരെ നല്ല പിടിയൊക്കെ. നല്ല പിടിയാ. അതൊക്കെ ചുമ്മാ ബടായി അടിക്കുന്നവൻ. അവൻ ആരെയും പരിചയമില്ല, ഒരു പുല്ലുമില്ല. ഏട്ടാ 10 പൈസ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് റിസ്ക് ഒക്കെ നമ്മൾ എടുക്കണം. മനസ്സിലായില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ക്ലീറ്റോ ചേട്ടൻ ഈ കാര്യം ഏറ്റാലേ, ആ പറഞ്ഞില്ലേ അവര് മറ്റേ വേണുക്കുട്ടൻ കുറച്ച് പൈസ ക്ലീറ്റോ ചേട്ടന് കൊടുക്കത്തില്ലേ? അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് കമ്മീഷൻ നമുക്ക് കുറച്ച് മേടിക്കാമല്ലോ. അത് ശരിയാവില്ലേ? അത് വേറെ കൊണ്ടല്ലേ യവനേറ്റ ആ കാര്യം നടക്കൂലെന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം യവയാണെങ്കിലും കുഴിച്ചും ചാടും. പിന്നെ ഞാൻ അതിന്റെ പിറകെ കിടക്കേണ്ടി വരും. എന്തിനാണ് വല്ലാത്ത കൊണ്ട് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാലോ. നാത്തും വഴിയൊന്ന് പറഞ്ഞു നോക്കാം. ഞാൻ പ്രസ്ഥാനം പറയാനാ? അയ്യോ, പറയാനുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഒരുമാതിരിപ്പെട്ട പെണ്ണുങ്ങളൊക്കെ ഭർത്താക്കന്മാരോട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പറയണ കാര്യങ്ങൾ
പലചരക്ക് കടയിൽ കണക്കിൻ്റെ കാര്യം, പാൽക്കാരന് കൊടുക്കാനുള്ളത്, പിന്നെ മീൻ വാങ്ങിയെടുത്ത് ഇത്ര പൈസ ബാക്കി കൊടുക്കാറുണ്ട്, പിന്നെ അല്ലെങ്കിൽ പറയും അവിടെ നൂല് കെട്ടുണ്ട്, പിന്നെ മറ്റിടത്ത് കല്യാണമുണ്ട്, പിന്നെ അത് ഇതെന്ന് പറഞ്ഞ് പൈസയുടെ കണക്കായിരിക്കും. ഇതൊക്കെ പറഞ്ഞാലും ക്ലീറ്റോന് വെറുതെ കേട്ടാ പോരെ, ഇതിനൊന്നും പൈസ ചെലവാക്കണ്ടല്ലോ. അപ്പൊ നിനക്കറിയാലോ വെറുതെ നീ എന്തിനാണ് വർത്താനം പറഞ്ഞ സമയം കളയാൻ കിടന്ന് ഉറങ്ങടി, ഞാനിത് വായിക്കട്ടെ. വേണ്ട ഒന്നും അതെ ഈ പൊതുപ്രവർത്തനം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ ഞങ്ങളോട് 10 മിനിറ്റ് സംസാരിക്കില്ല. എന്തോന്ന് 10 മിനിറ്റ് വർത്താനം പറയാൻ നിങ്ങളടുത്ത്. എനിക്കുണ്ടല്ലോ ക്ലീറ്റോ, എനിക്കുണ്ടല്ലോ. നിനക്ക് എനിക്കേ ക്ലീറ്റോന്റെ വില കുറച്ച് കേട്ടണം. ചന്തയെ കൊണ്ട് തന്നെ ലേലം ചെയ്യാൻ പോണം അല്ല അങ്ങനല്ലേ പരിപാടി. എടി നീ കിടന്ന് ഉറങ്ങ്. അതല്ല ക്ലീറ്റോ, ക്ലീറ്റോ ഈ പൊതുവെ ആൾക്കാർക്കൊക്കെ ഒരു ധാരണയുണ്ട് ക്ലീറ്റോന് ഒന്നും ക്ലീറ്റോ വിചാരിച്ചാൽ ഒന്നും നടക്കൂല എന്നല്ലേ. അതൊക്കെ ഒന്ന് മാറ്റണം. അങ്ങനെ ഒരു ധാരണയുള്ള ഒരാള്, പ്രധാനപ്പെട്ട ആള് ഇതിനകത്ത് ഈ പഞ്ചായത്തിലുള്ളത് എനിക്കറിയാനുള്ളത് നിന്റെ ആങ്ങള. അതന്നെ പറഞ്ഞ ഇന്നൊരു സംഭവം ഉണ്ടായി ക്ലീറ്റോ. ക്ലീറ്റോ കേൾക്കണം. എന്തൊരു ഇതാ അവർ പറയുന്നത്. കനകന്റെ ഒരു കൂട്ടുകാരനില്ലേ വേണുക്കുട്ടൻ. ആ പുള്ളിക്കാരന്റെ പെങ്ങക്ക് ഒരു ജോലിക്കാരി ശരിയായിട്ടുണ്ട്. പുള്ളിക്കാരന്റെ പെങ്ങൾക്ക് ഒരു ജോലിക്കാരിയാണെങ്ങാണ്ടും ആണ്. ജോലി അവരുടെ വീട്ടിൽ ജോലിക്കാരി ശരിയായി. ജോലിക്കാര്യം പറഞ്ഞോ. അപ്പോഴുണ്ടല്ലോ, പക്ഷെ ആ ജോലി കിട്ടണമെങ്കിൽ പുള്ളിക്കാരിക്ക് എന്താണ്ട് ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയിൽ 50ാമത്തെ റാങ്കിന്റെ ഉള്ളിൽ കിട്ടണം. അപ്പൊ ഏതെങ്കിലും പുള്ളിക്കാരി പഠിക്കുകയൊക്കെ ചെയ്യുക പെങ്കൊച്ച്, പക്ഷെ അതിനൊരു പേടി. അപ്പൊ അതിന് എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാര് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേടി മാറാനായിട്ട് ഏതെങ്കിലും ജോത്സ്യന്മാരെങ്കിലും കണ്ടൊരു നൂലോ എന്തെങ്കിലും എഴുതി കിട്ടാൻ പറയും. അതല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ട് പറയിച്ചിട്ടുണ്ടെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റിൽ കേറാന്ന്. മനസ്സിലായില്ലേ? എന്നിട്ട് അവര് ജമന്തിയും കനകനും കൂടി അങ്ങനെ ഇവരൊക്കെ ചെയ്ത് ഏതാ ഒരു നല്ല രാഷ്ട്രീയക്കാരനുള്ളതെന്ന് നോക്കിക്കൊണ്ട് നടക്കുന്നു. ഞാൻ പറഞ്ഞു ക്ലീറ്റോ ഇവിടെ ഉള്ളപ്പോഴത്തേനും ഇതിന്റെ ആവശ്യം എന്താന്ന് വെച്ചപ്പോ പറയാണ് ക്ലീറ്റോ നടക്കൂലെന്ന്. അല്ലല്ല, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനെ തിരുത്തണ്ട, വേണ്ട അതിനെ തിരുത്തല്ലേ. ദൈവം ചെയ്ത് അവന്റെ കച്ചട കേസ് ഞാൻ ഇടപെടണില്ല. അങ്ങനെയല്ല ക്ലീറ്റോ, ഞാൻ ആകെ ചെറുതായി പോയി. ക്ലീറ്റോന്റെ കഴിവ് എന്താണെന്ന് എനിക്കറിയാം, എനിക്കറിയാം. അപ്പൊ അത് 10 പേര് അറിയട്ടെ. അത്ര എന്തിനാ അങ്ങനെ നമ്മളെ വില കുറച്ച് കാണിക്കറിയാം. എന്റെ നാട്ടുകാർക്ക് അറിയാം എന്റെ കഴിവും എന്റെ പ്രവൃത്തികളൊക്കെ അവർക്കറിയാം. അത് മാത്രല്ല ക്ലീറ്റോ, അതായത് ഏതോ ഒരു കള്ളം പറഞ്ഞേക്കുന്നു, ഏതോ ഒരു കള്ള രാഷ്ട്രീയക്കാരൻ പറഞ്ഞേക്കുന്നു 1 ലക്ഷം രൂപ കൊടുക്കണമെന്ന്. ഏത് 1 ലക്ഷം രൂപയെ? അപ്പൊ അവർക്കാണെങ്കിൽ അത്രയും പൈസ കൊടുക്കാനില്ല. അപ്പൊ 50,000 രൂപ വരെ തരാം, അങ്ങനെ ചെയ്തു കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ക്ലീറ്റോയ്ക്ക് പൈസയൊന്നും വേണ്ട, പക്ഷെ ക്ലീറ്റോ വിചാരിച്ച ചെയ്തു തരാൻ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഞാൻ പറഞ്ഞു നമ്മള് ഗാന്ധി മാർഗത്തിലല്ലേ സംഭവം. ഇതൊക്കെ നമ്മൾ വിചാരിച്ച ചെയ്തു കൊടുക്കാൻ പറ്റും. എൻ്റെ പ്രസിഡന്റിനോട് ഒരു വാക്ക് ഞാൻ പറഞ്ഞാൽ നടക്കണ കാര്യമാണ്. പക്ഷേ ഞാനത് പ്രസിഡന്റിനോട് പറയില്ല. കാരണം എൻ്റെ അളിയൻ്റെ കച്ചട കേസാണ്, അവൻ്റെ ഇടപെടൽ എനിക്ക് വേണ്ട. അല്ല, ജമന്തിക്കാണെങ്കിൽ നമ്മളത് പറയേണ്ട കാര്യമില്ല. ഇത് വേണുകുട്ടൻ്റെ അനിയത്തിക്കല്ലേ. എന്നാലും വേണക്കുട്ടൻ എന്ന് പറഞ്ഞാൽ അവന്റെ കൂട്ടുകാരനല്ലേ ഇടിക്കാരൻ. ഞാനങ്ങ് പറഞ്ഞു ക്ലീറ്റോ ശരിയാക്കി തരുന്നു. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചാടി. പിന്നെ എന്റെ ഭർത്താവ് രാഷ്ട്രീയക്കാരനല്ലേ, പ്രമുഖൻ. അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെയൊക്കെ ഒരു ഞാനൊന്ന് പൊങ്ങി നിൽക്കട്ടെ ക്ലീറ്റോ. രാഷ്ട്രീയക്കാരൻ കണ്ട ആ പോപ്പുകളുടെ എല്ലാ കേസും ഒന്നും എടുക്കില്ല. ഞങ്ങൾക്ക് തോന്നണം നിലവാരമുള്ള, നമുക്ക് ഗുണമുള്ള, ഭാവിയിലും ഗുണമുള്ള കേസുകൾ മാത്രമേ എടുക്കുള്ളൂ. പിന്നെ ഇതിപ്പോ നീ പറഞ്ഞതേക്ക് ഞാൻ ആലോചിക്കാം. അപ്പൊ സമ്മതിച്ചു. ആലോചിക്കാന്ന് പറഞ്ഞ ക്ലീറ്റോ ചെയ്തു. ഹലോ, അവളില്ലേ? ഇന്ന് പോയില്ലല്ലേ? കാര്യങ്ങൾ ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലല്ലോ അവിടെ. നിങ്ങളെ ഇല്ല ഇപ്പൊ സ്ഥലം മാറിയോ? ട്രാൻസ്ഫർ ആയോ? സാറുണ്ട്, സാർ 2 ദിവസം ലീവ്. വൈഫിനെന്തോ സുഖമില്ലെന്നുണ്ട്. അവർക്ക് പിന്നെ ആരോടും ചോദിക്കണ്ടായിരുന്നു. നമ്മളാണല്ലോ നേരത്തെ എല്ലാം പറഞ്ഞു വെക്കേണ്ടത്. വെറുതെ ഇറങ്ങിയ എന്താ ഒറ്റക്കാര്യം? ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ക്ലീറ്റോ, വേണുകുട്ടന്റെ അനിയത്തിയുടെ കാര്യം. വേണുകുട്ടൻ ദിവസവും ഒരുപാട് കേസുകളെല്ലാം ഇങ്ങനെ തലയ്ക്ക് മീതെ വരണത്. പേര് ഓർത്ത് വെക്കാൻ പറ്റില്ല. കാരണം രാഷ്ട്രീയ പ്രവർത്തകരെ അറിയാം, അതിന്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റും. വേണുകുട്ടന്റെ കാര്യം ഞാൻ പ്രസിഡന്റായിട്ട് എല്ലാം സംസാരിച്ചു വെച്ചിട്ടുണ്ട്. സംസാരിച്ചല്ലേ? പിന്നെ സംഗതി എന്താണെന്നറിയാമോ? നമ്മുടെ പ്രസിഡന്റിന്റെ പെങ്ങടെ മോനാണ് ദേവസ്വം മന്ത്രിയുടെ അളിയന്റെ മോളെ കല്യാണം കഴിച്ചേക്കണേ. ഓ, അപ്പൊ കുറച്ചുകൂടെ എളുപ്പമായി. അങ്ങനെ അവര് ഭയങ്കര കുടുംബക്കാരായി.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞാൽ നടക്കാതിരിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എങ്കിലും ഞാനും പ്രസിഡന്റുമായിട്ട് ഇടയ്ക്ക് ആ ഗ്രൂപ്പ് വിഷയം വന്നപ്പോൾ ഇച്ചിരി നമ്മൾ അങ്ങോട്ടൊരു നീരസത്തിലായിരുന്നു. അല്ല അത് മാറി, അതൊക്കെ മാറി. ഞങ്ങൾ ഇലക്ഷൻ വരെയല്ലേ. ഇലക്ഷൻ വരുമ്പോ എല്ലാ പണക്കും മറക്കുമല്ലായിരുന്നു. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലൊന്നും ഈ സ്ഥായിയായ ഒരു പണക്കൊന്നും ഇല്ലല്ലോ അല്ലേ? അതൊക്കെ കുറച്ച് സമയം ഇങ്ങനെ ഒരു എന്താ പറയാ. ഇവരുടെ പാർട്ടിയിൽ പക്ഷെ എല്ലാം കുശുമ്പന്മാരാ. നീ എന്താടി പറഞ്ഞത്? ഓരോ പാർട്ടിക്കും അതിൻ്റെതായ പ്രത്യേക ശാസ്ത്രങ്ങളുണ്ട്. അതിനനുസരിച്ചാണ് ഓരോരുത്തർ പെരുമാറുന്നത്. ഇപ്പൊ ഒരു ചെറിയ പ്രശ്നം വന്നാലും അവരൊക്കെ സോൾവ് അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യുന്നത് അല്ലേ? അതങ്ങനെ തന്നെ. ഓരോ പാർട്ടിക്ക് അതിൻ്റെ വിലയുണ്ട്. അപ്പോ സംഗതി പിന്നെ പ്രസിഡന്റിന് ഞാനും കുറെ ദിവസമായിട്ട് ആലോചിക്കുന്നുണ്ട്. പ്രസിഡന്റിന് വിളിച്ച ഒരു ദിവസം ഒരു നല്ല ട്രീറ്റ് കൊടുക്കാം. അതിനിപ്പോ കുഴപ്പം? അതിനിപ്പോ കുഴപ്പം? നമുക്ക് കൊടുക്കാം. അറേഞ്ച് ചെയ്യാലേ അത്. അല്ല ഇവരിപ്പോ അങ്ങനെ പരിപാടി ഭക്ഷണം കഴിക്കാനല്ലേ വിളിക്കുന്നത്. അതിന് ആവശ്യമില്ലാതെ നീ എന്താ പറയുന്നത്? അങ്ങനെ ചാട എടുക്കേണ്ട കാര്യം എന്താ? നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വിളിച്ച് ഇങ്ങ് വന്നാ പോരെ? അയ്യോ അയാള് പട്ടിണി കിടക്കുന്ന ആളല്ലേ ഭക്ഷണത്തിന്. ഇടി പൊട്ടി, നീ എന്തറിഞ്ഞിട്ട് പറയുന്നത്? ഈ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത്, പ്രത്യേകിച്ചും പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വലിയ ആളാണ്, വലിയ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ കാണേണ്ട രീതി കാണണം, അദ്ദേഹത്തിന് ചെയ്യേണ്ട രീതി ചെയ്തു കൊടുക്കണം. എങ്കിൽ മാത്രമേ അദ്ദേഹം ഒന്ന് മനസ്സലിയൂ. കണ്ട മണ്ണ് മുണ്ടാക്കി പറഞ്ഞോളാം. എവിടെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെ സംസാരിക്കുന്നത് തെറ്റാണ്. അപ്പോ നമുക്ക് പ്രസിഡന്റിനെ ഒരു ദിവസം വിളിച്ച് നല്ലൊരു ട്രീറ്റ് കൊടുക്കാം. പക്ഷേ നമ്മൾ അങ്ങനെ വെറുതെ വിളിച്ച് അതിനായിട്ട് വിളിക്കുന്നത് ശരിയല്ല. അല്ല അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കുടുംബത്തിലെ ഒരു വിശേഷ ദിവസം നമ്മൾ പ്രസിഡന്റിനെ കൂടെ വിളിച്ച് നല്ല രീതിയിലൊന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ ഇവിടെ വെച്ചങ്ങ് അവതരിപ്പിക്കാം. പിള്ളേരുടെ സംബന്ധമായ എന്തെങ്കിലും പിള്ളേരുടേതായ എന്തെങ്കിലും ഒരു പരിപാടിക്കായിട്ട് പ്രസിഡന്റ് അപ്പം പുള്ളിക്കും ഒരു പിള്ള മനസ്സ് ആ ഒരു ലെവലിലേക്ക് അങ്ങ് വരും. എന്നാ പിന്നെ തക്കളിയുടെ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വെക്കാം. തക്കളിയുടെ എന്തോന്ന് തക്കളിയുടെ അല്ല അത് ശരിയാവില്ല. തക്കളിയുടെ പിറന്നാളൊക്കെ നമ്മൾ ഇന്നാൾ ആഘോഷിച്ചപ്പോ അന്നും പ്രസിഡന്റ് വരാൻ പറ്റിയില്ല. പിന്നെന്തോ അതിപ്പോ തക്കളിയുടെ കാര്യം പറയാൻ പ്രശ്നം എന്ന് വെച്ചാല് സ്വാഭാവികമായിട്ടും അളിയൻ വെക്കുമ്പോൾ അളിയന് അതിൻ്റെതായ ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് വേണ്ട. നല്ലുവിന്റെ ബർത്ത്ഡേ വെച്ചാലോ? അതിപ്പോ സാർ അറിയാൻ പോണ നല്ലുവിന്റെ ബർത്ത്ഡേ കുഴപ്പമില്ല. പക്ഷേ എങ്കിലും ഇനി എപ്പോഴെങ്കിലും സാറുമായിട്ട് ബന്ധം വരും. സാർ ഇടപെട്ട് ഈ ജോലി ശരിയാക്കിയത് തീർച്ചയായും സാറോട് ഞങ്ങൾക്ക് ഒരു കടപ്പാടുണ്ടാവും. ഞങ്ങൾ പറഞ്ഞ ബർത്ത്ഡേ കറക്റ്റ് ആയിട്ട് വരുമ്പോൾ പറയുമ്പോൾ സാർ അന്നല്ലെങ്കിൽ വിളിച്ചെന്ന് വെച്ചാൽ പിള്ളേരാണ് അങ്ങനെ ഒന്ന് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയും. പിള്ള മനസ്സിൽ കള്ളമില്ല. അത് വേണ്ട. അതല്ലേട്ടാ, ഒരു കാര്യം മതിയെങ്കിലേ മോക്ക് കഴിഞ്ഞ ദിവസം 250 രൂപ സ്കോളർഷിപ്പ് കിട്ടിയായിരുന്നു. സ്കോളർഷിപ്പ് കിട്ടിയത് ആഘോഷിക്കാൻ 250 അങ്ങോട്ട് എടുത്ത് മാറ്റ്. ആ മൂല്യം, ആ സ്കോളർഷിപ്പ് അത് ഇങ്ങോട്ട് എടുക്ക്. 10 തലയുള്ള രാവണ. നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കാന്താരി വെള്ളം കുടിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കാന്താരിയുടെ കാര്യം അല്ല, നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കാർഷിക മേഖലയുടെ തകർച്ചയാണ്. ജന്മനാ ദുർബല എന്ന് പറഞ്ഞതുപോലെ ദുർബലമായിരുന്ന കാർഷിക മേഖല ഇപ്പോൾ ഈ പ്രളയക്കെടുതിയുടെ വന്നുകൊടുകൂടി തകർന്ന് തരിപ്പണമായില്ലേ? പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞില്ലേ? കഷ്ടം. എന്ത്? അല്ല, കൃഷിക്കാരുടെ കാര്യം കഷ്ടായി പോയെന്ന് പറയായിരുന്നു. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ തകർന്നു പോയ കാർഷിക മേഖലയെ ഉദ്ധരിക്കേണ്ടത് ആരുടെ കടമയാണ്? അല്ല, ആരുടെ കടമയാ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ആരുടെ കടമയാ? നമ്മുടെ കടമയല്ലേ? നമ്മുടെ കടമയാണല്ലോ. നമ്മുടെ കടമയായതുകൊണ്ട് കാർഷിക മേഖല ഉദ്ധരിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നുള്ളത് കൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. ഇനി മുതൽ നാടൻ സാധനങ്ങളെ ഞാൻ ഉപയോഗിക്കുള്ളൂ, നാടൻ ഭക്ഷണമേ ഞാൻ ഉപയോഗിക്കൂ എന്നൊരു തീരുമാനമെടുത്തു. കാർഷിക മേഖലയെ ഉദ്ധരിക്കേണ്ടത് ഒരു സാധാരണക്കാരുടെ കടമയാണ്. പ്രത്യേകിച്ച് അപ്പോൾ ഒരു നേതാവായി ഞാൻ വേണ്ട ഒരു മുൻകൈ എടുക്കാൻ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ സാഹചര്യത്തിൽ ഞാൻ എടുത്ത കഠിനമായ ഒരു തീരുമാനമാണ് ഈ നാടൻ ഭക്ഷണമേ കഴിക്കൂ എന്നുള്ളത്. ഞാൻ തീരുമാനം തന്നെ എടുത്തിരിക്കും. ഇത് ഇവിടെ വളർത്തിയ ചിക്കനാ. ആണോ? എനിക്ക് മനസ്സിലായി. ഇതിലൊരു കഷ്ണം തൊട്ടാൽ എനിക്ക് മനസ്സിലാവും. ഡൽഹിയിലായിരുന്നപ്പോ പലരും പറയുന്നത് എന്റെ ഒരു കഴിവ്, ഒരു പ്രത്യേകത. അല്ല, ഈ മീന് ഇച്ചിരി ഇവിടെ വളർത്തി, ഇവിടെ നമ്മൾ ടാങ്കിൽ വളർത്തുന്ന നാടൻ മീനച്ചാറ് നോക്കാം.
മീൻ അച്ചാറാ. നാടൻ അച്ചാർ നാടൻ. നാടൻ അച്ചാർ പിന്നെ ഭക്ഷണമൊക്കെ ഗംഭീരമായിരുന്നു കേട്ടോ, വളരെ കേമമായിരുന്നു. തനി നാടൻ ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളൊക്കെ തന്നെയാണോ ഇത് പാചകം ചെയ്തത്? ഭക്ഷണവും നാടൻ, ഇവരും നാടൻ, എല്ലാം നാടനായിരുന്നു. വളരെ നന്നായിരുന്നു. ആ മോളെ, സ്കോളർഷിപ്പ് ഒക്കെ ഇനിയും മേടിച്ച് വലിയ ആളായി മാറണം കേട്ടോ. ഇനി ഇഷ്ടം പോലെ സ്കോളർഷിപ്പ് മേടിക്കണം. റാങ്ക് മേടിക്കും. ആ, റാങ്ക് മേടിക്കണം, ധാരാളം റാങ്ക് മേടിക്കണം, സ്കോളർഷിപ്പ് മേടിക്കണം, വലിയ ആളാവണം കേട്ടോ. അയ്യോ, മോക്ക് സമ്മാനം കൊടുക്കാനായിട്ട് ഒന്നും കരുതി. ഇല്ലല്ല, കുഴപ്പമില്ല. അങ്ങനെ സാറ് വന്നതന്നെ വലിയ സന്തോഷം. ആളിന് എന്തെങ്കിലും ഇങ്ങനെയുള്ള എന്നാലും മോക്കെ എന്തെങ്കിലും ഒന്ന്. മോളെ, ഇത് കണ്ടോ, മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ളതാ. അദ്ദേഹം എഴുതിയ പുസ്തക എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഈ പുസ്തകം വായിച്ച് പഠിക്കണം കേട്ടോ. ഇരിക്കട്ടെ. ഹായ് ബാലരമ, എനിക്കിത് വേണം. അല്ല മോളെ, അതെ, അല്ല ഇത് മക്കളെ, അത് അങ്കിള് വായിച്ചില്ല, വായിച്ചിട്ട് തരാം. ഇത് അങ്കിള് വായിച്ചിട്ട് തരാം. അങ്കിള് വായിച്ചിട്ട് തരാം മോക്ക്. ഇല്ല, അത് പറ്റത്തില്ല. അങ്കിള് വായിച്ചിട്ട് തരാം. അപ്പൊ പിന്നെ എല്ലാരും ഇവിടെ വേണക്കുട്ടൻ വേണു, എനിക്കറിയാലോ. സുഖമൊക്കെ തന്നെയല്ലേ? അപ്പൊ ശരി, സന്തോഷം. പിന്നെ എനിക്ക് 3 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. ലേറ്റസ്റ്റിന് അറിയാം, മധ്യവർജന മീറ്റിംഗ് ഇവിടെ അടുത്താ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പല കാര്യങ്ങളുണ്ട്, ചെയ്യാനുണ്ട്. കുറെ നാളുകൊണ്ട് അവരിങ്ങനെ ഈ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എന്റെ ഡേറ്റ് അനുസരിച്ച് അവര് ഇന്നത്തേക്ക് ആക്കിയതാ. ഉദ്ഘാടനം ചെയ്യണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പൊ തിരക്കിനിടയിൽ സാർ വന്നില്ല, വലിയ സന്തോഷം. എന്നാ എല്ലാവരും കൂടെ ഞാൻ വിളിച്ചോളാം. താൻ വിളിക്കണം. ഞാനിച്ചിരി ഉഴപ്പുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം. മദ്യം എങ്ങനെ വർജിക്കണമെന്ന് കാണിക്കുന്നതിന് ഒരു മദ്യക്കുപ്പി വേണ്ടേ? അതിനാ ഉണ്ടല്ലോ വേണ്ടായിരുന്നു. വണ്ടിക്കകത്തോട്ട് വെച്ചേ. ഇല്ലെങ്കിൽ പ്രസിഡന്റിനെ പോലെ ആളിങ്ങനെ വരുമോ നമ്മളെ വീട്ടില്? ശരിയായിന്ന് തോന്നുന്നു. എനിക്ക് ശരി. അളിയെ സമ്മതിച്ചു. ഞാൻ പറഞ്ഞില്ലേ, എന്റെ അളിയെ ഇടപെട്ട അത് നടക്കും. എന്തായാലും വേണക്കുട്ടന്റെ സമയം കൊള്ളാം കേട്ടോ. അതെ. ഹാപ്പിയാണ്. അല്ല, ഇത്രയും തിരക്കിന്റെ സാറിങ് വന്നില്ലേ? ഇത് ആരാണ്? ആളിയെ അറിയാം, പിന്നെ അറിഞ്ഞൂടെ? എന്റെ അളിയെ എനിക്ക് അറിഞ്ഞൂടെ? ഇതുപോലെ മന്ത്രിമാരും MLA മാരും കേന്ദ്രമന്ത്രിമാരും ഒക്കെ ഇവിടെ വരും ഈ വീട്ടില്. മക്കൾ അടുത്ത സ്കോളർഷിപ്പ് മേടിക്കും മന്ത്രി ആയിരിക്കും ക്ലീറ്റ് അങ്കിൾ കൊണ്ടുവരുന്നത് കേട്ടോ. ഇപ്പൊ എന്താ ചേട്ടാ, ഞാൻ ആദ്യം ഇക്കാര്യം പറഞ്ഞപ്പോ എന്നെ എന്തോരം കുറ്റം പറഞ്ഞറിയാവോ? ക്ലീറ്റോ ചേട്ടൻ എന്തൊക്കെ പറഞ്ഞു? ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ നീ നടക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ അളിയനെ അറിയാം. അളിയൻ ഒരു കാര്യം ഏറ്റതാ. എന്ത് ഞാൻ എനിക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയാമായിരുന്നു. അടിപൊളി അളിയാ, അടിപൊളി. എന്റെ അളിയൻ തകർത്ത് കളഞ്ഞു. ജോലി റാങ്ക് ലിസ്റ്റിലുണ്ട്. ബസ് വെള്ളം കൂടെ അളിയന് 43ാമത്തെ റാങ്ക് 36. ചില്ലറ കാര്യമോ? 50 പേരുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ജോലി ഉറപ്പാ. സത്യം പറഞ്ഞിട്ടല്ലോ, വേണക്കൂട്ടനെ കണ്ണ് കളഞ്ഞു. ആദ്യം വിളിച്ചോ ഞാൻ പറഞ്ഞു പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷെ സത്യം പറഞ്ഞ എവളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഒരു കാര്യം ചെയ്യും നമുക്ക് ക്ലീറ്റോട്ടൊന്ന് പറഞ്ഞു നോക്കാന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ആളെയും തകർത്ത് കളഞ്ഞു അല്ലേ? എപ്പോഴും പറയാറില്ല എന്തെങ്കിലും ക്ലീറ്റോന്റെ കഴിവിനെ പറ്റി. സ്റ്റാറായി. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ദിവസം അങ്ങോട്ട് പോകാൻ കേട്ടല്ലേ, അടുത്ത ഞായറാഴ്ച. നോക്കാളിയാ, സമയം കിട്ടുമെന്ന് അറിയില്ല, തിരക്കല്ലേ ഓരോരോ കാര്യങ്ങളുമായിട്ട്. 1 2 3 4 5 10,000 രൂപയുണ്ട്. പ്രസിഡന്റിന് ഞാൻ 40 രൂപ കൊടുത്തോളൂ. ഇത് 10 രൂപ അളിയൻ്റെ ഒരു കമ്മീഷനായിട്ട് ഇരുന്നോട്ടെ. പിടിക്കടേ ഇടേ, നീ ഇത് വെക്കേ. അങ്ങനെ വേണ്ടേ, നമ്മള് 6 രൂപ ആയിരിക്കട്ടെ. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഈ 10 രൂപ നീ വെച്ചോ. എനിക്ക് പ്രസിഡന്റ് വല്ലതും തരുമായിരിക്കും, തന്നില്ലെങ്കിലും ഞാൻ പൊരുത്തപ്പെടും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ക്ലീറ്റോ ഭയങ്കര ആദർശത്തിന്റെ ആളല്ലേ, അപ്പൊ അതുകൊണ്ട് ക്ലീറ്റോ അത് അതല്ലേ. ഇത് ഇരിക്കട്ടെ. നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഇപ്പൊ നിങ്ങൾ മെനക്കെട്ടോണ്ടാണല്ലോ ഇങ്ങനെ ഒരു സംഭവമൊക്കെ വന്ന് നമുക്ക്. എനിക്കിപ്പോ നീ ഇത് ചുമ്മാരി ഇപ്പൊ പ്രസിഡന്റ് ഞാനിവിടെ ഇരിപ്പ് വശം ഒന്നുകൂടെ ഒന്ന് നല്ലതായി, അത്രയൊക്കെ ഉള്ളൂ. പ്രസിഡന്റ് സന്തോഷമാണ്, ഇരുന്നോട്ടെ. അയ്യോ, എന്തായാലും ഒന്നുമില്ല.
സന്തോഷമായല്ലോ. ക്ലീറ്റസ് വിചാരിച്ച എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കുടുംബത്തിനകത്ത് ഇപ്പോഴെങ്കിലും ഒന്ന് അങ്ങനെയല്ലേ, അതൊക്കെ അറിയാം. നമ്മളീ പിന്നെ ഒന്ന് രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങനെ തർക്കിക്കുന്നല്ലാതെ പരസ്പരം ബഹുമാനവും സ്നേഹമൊന്നും ഇല്ലായ്മയൊന്നും ഇല്ലല്ലേ നമുക്കിടയില്. ഇത്തിരി വൈകിയാണെങ്കിലും നീ എന്നെ മനസ്സിലാക്കിയാൽ എനിക്ക് സന്തോഷം. കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും ഒന്നും വേണ്ട. വൈകിട്ട് അതുണ്ട്. കഷ്ടം. കമ്മീഷൻ ആർത്ത് ചിരിക്കും അങ്ങോട്ട്. നിങ്ങൾ എന്ത് മണ്ടത്തരോ ക്ലീറ്റോ കാണിക്കുന്നത്? ഞാൻ ഇനി എന്തിവിടെ ഇരുന്ന് കരയണോ? ആദർശം കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? അപ്പൊ കിട്ടും വായിലോട്ട് കൊഴുക്കട്ട. ഓ, ആ കമ്മീഷൻ ഇന്ന് വിഹിതം വാങ്ങിക്കാത്തയാണോ? പിന്നെ അവൻ 6,000 രൂപ തന്നല്ലേ നിങ്ങളുടെ അതിലോട്ട്? നിങ്ങൾക്ക് എന്തായിരുന്നു അത് മേടിച്ചാല്? നോ, അത് അവൻ അവകാശപ്പെട്ട കാര്യം. ആ പൈസ അവൻ എടുത്തോട്ടെ. പിന്നെ അവകാശപ്പെട്ട പൈസ ആദ്യമേ ജമന്തി എന്നോടത്ത് വന്ന് പറഞ്ഞത് നമുക്ക് ഇതിനകത്ത് കമ്മീഷൻ മേടിക്കാൻ പപ്പാതി എടുക്കാന്നാണ്. അപ്പൊ പിന്നെ തന്നപ്പത്തേനും അത് മേടിക്കേണ്ടതല്ലേ? ഇപ്പൊ മുഴുവൻ പൈസ അവൾക്ക് കിട്ടി. എടി 10,000 രൂപ അവൻ എടുത്തോട്ടെ. എടി നമുക്കുള്ളത് കഷ്ടമുണ്ട്. ഞാൻ പൈസ എന്തെല്ലാം കരുതിന്നറിയാവോ? നമുക്കുള്ളത് കർത്താവ് തരും. തരും കൊറേ. ഇവിടെ കൂടെ ഇരിക്കാണല്ലോ കർത്താവ് കരുതിയിട്ട്. ആ തന്നു. തന്നെങ്കിൽ തിന്നോ. ഈ 50,000 10,000 പോയി എത്ര വരും? ആവോ കൂട്ടി നോക്ക്. ഓ, അല്ലെങ്കിൽ നിനക്ക് കണക്കറിഞ്ഞൂടല്ലോ. എണ്ണ അറിയാലോ. ഇതൊന്ന് എണ്ണിക്കാം മോള്. ഒന്ന് പിടിച്ച് എണ്ണിക്കത്. ഇത് 40,000 രൂപ ഉണ്ടോ ഇല്ലയോ ഒന്ന് എണ്ണി നോക്ക് നീ. ഇത് ഏത് പൈസ എന്ന് പറഞ്ഞാൽ അവൻ മേടിച്ചെന്ന വേണുവിൻ്റെ മേടിച്ചെന്ന പൈസ 50,000 രൂപയിൽ 10,000 അവർ കൊടുത്തിട്ട് ബാക്കി 40,000 രൂപ. അപ്പൊ പ്രസിഡന്റിന് കൊടുത്തെന്ന് പറഞ്ഞതാ? ഏത് പ്രസിഡന്റിന് ആര് പൈസ കൊടുത്തു? നിങ്ങളുടെ പ്രസിഡന്റ്. എടി പ്രസിഡന്റ് ഈ കാര്യം പോലും അറിഞ്ഞില്ല. പ്രസിഡന്റിന് ഞാൻ പൈസയും കൊടുത്തില്ല. പൈസ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ദൈവമേ, അപ്പൊ കൊച്ചു പരീക്ഷ എഴുതിച്ചത് എങ്ങനെയാ? പിന്നെ അത് പഠിച്ച് നല്ല ബുദ്ധിയോടുകൂടി പഠിച്ച് അത് അതിന്റെ കഴിവുകൊണ്ട് എഴുതി അത് ഇതായി പോയത്. എന്തുവാ ക്ലീറ്റോ? ഇത് ഒരുമാതിരി പറ്റിക്കലല്ലേ ക്ലീറ്റോ? ആരെ പറ്റിച്ചു നീ ക്ലീറ്റോ വിളിച്ചു പറയാന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു പറയാതെ ഇങ്ങനെ പൈസ മേടിക്കണ മോശല്ലേ ക്ലീറ്റോ? എടി 1,00,000 രൂപ കൊണ്ടുവന്ന് വേറെ ഏതോ പൊതുപ്രവർത്തകന്റെ അടുത്ത് പോയി ഈ കാര്യം നേടായിരുന്നല്ലേ? ഞാൻ അത് 50,000 രൂപയ്ക്ക് ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അവർക്ക് 50,000 രൂപ ലാഭം കിട്ടി ഇല്ലേ? പിന്നെ 10,000 രൂപ കനകനും അവർക്കും കമ്മീഷനും കൊടുത്തു. 40,000 രൂപ നമുക്കും കിട്ടി. ആർക്കും നഷ്ടമല്ലല്ലോ, എല്ലാവർക്കും ലാഭമല്ലേ ഉള്ളൂ. പിന്നെ എന്തോ നീ കിടന്ന് വിഷമിക്കണത്? ഇപ്പൊ ആ കൊച്ചു പരീക്ഷ ജയിച്ചത് കാരണം കുഴപ്പമില്ല. ആ കൊച്ചങ്ങനെ തോറ്റുപോയെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞേനെ അവരോട്? എന്ത് മറുപടി പറയും? തോറ്റാൽ ഈ പൈസ കൊണ്ടുവന്ന് മാന്യമായിട്ട് അവരെ കൈ കൊടുത്തിട്ട് പറയും, ഞാൻ നല്ലപോലെ ശ്രമിച്ചു പക്ഷെ നടന്നില്ല, നിങ്ങളുടെ സമയദോഷം എന്ന് പറയും. കാശ് തിരിച്ചു കിട്ടിയ ആര് പരാതിക്ക് വരാൻ? ആരും ഒരു പരാതിക്കും വരൂല. അതാണ് രാഷ്ട്രീയക്കാരൻ്റെ ബുദ്ധി. Versus Alien.